നഗരവൽക്കരണവും ആധുനിക വിദ്യാഭ്യാസവും പുരോഗതിയുടെ അടയാളങ്ങളായി നാം ആഘോഷിക്കുമ്പോഴും ഇന്ത്യയുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇന്നും ആഴ്ന്നു നിൽക്കുന്ന വിവേചനത്തിന്റെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടുന്നതായിരുന്നു സുപ്രീം കോടതി ജസ്റ്റിസ് ഉജ്വൽ ഭുയാന്റെ വാക്കുകൾ. തെലങ്കാന സ്റ്റേറ്റ് ജുഡീഷ്യൽ അക്കാദമി സംഘടിപ്പിച്ച ഭരണഘടന ധാർമ്മികത എന്ന വിഷയത്തിലുള്ള സെമിനാറിലാണ് അദ്ദേഹം തന്റെ മകളുടെ സുഹൃത്തിന് നേരിടേണ്ടി വന്ന ദുരനുഭവം പങ്കുവച്ചത്. കേവലം ഒരു വ്യക്തിപരമായ അനുഭവത്തിനപ്പുറം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വ്യവസ്ഥാപിതമായ മാറ്റി നിർത്തലുകളെ കുറിച്ച് ഉള്ള ഒരു ഗൗരവകരമായ ചർച്ചകൾക്കാണിത് വഴിതെളിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ഭുയാൻ വിവരിച്ച സംഭവം നടക്കുന്നത് രാജ്യ തലസ്ഥാനത്തിന്റെ ഭാഗമായ സൗത്ത് ഡൽഹിയിലാണ്. അദ്ദേഹത്തിന്റെ മകളുടെ സുഹൃത്തായ ഒരു പെൺകുട്ടി നോയിഡയിലെ പ്രശസ്തമായ ഒരു സ്വകാര്യ സർവകലാശാലയിൽ PhD ചെയ്യുകയാണ്. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥിനിയായിട്ടും അവൾക്കൊരു താമസ സ്ഥലം കണ്ടെത്തുക എന്നത് ദുഷ്കരമായ ദൗത്യമായി മാറി. സൗത്ത് ഡൽഹിയിലെ ഒരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ ലക്ഷ്യമാക്കി എത്തിയ ആ പെൺകുട്ടിയോട് ഹോസ്റ്റൽ ഉടമയായ സ്ത്രീ ആദ്യം ചോദിച്ചത് അവളുടെ പേരാണ്. എന്നാൽ പേര് കേട്ടതുകൊണ്ട് മാത്രം പെൺകുട്ടിയുടെ മതം തിരിച്ചറിയാൻ ആ ഉടമയ്ക്ക് സാധിച്ചില്ല. വിവേചനത്തിന്റെ വേരുകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അവരുടെ അടുത്ത ചോദ്യം. നിന്റെ സർനെയിം എന്താണ്? കുടുംബപ്പേര് വെളിപ്പെടുത്തിയതോടെ ആ പെൺകുട്ടി മുസ്ലിം ആണെന്ന് ഉടമയ്ക്ക് മനസ്സിലായി. നിമിഷങ്ങൾക്കുള്ളിൽ ഹോസ്റ്റൽ ഉടമയുടെ മനോഭാവം മാറി. മുറി നൽകാൻ കഴിയില്ലെന്നും വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കാനുമായിരുന്നു അവരുടെ കർക്കശമായ മറുപടി. ഒരു ഇന്ത്യൻ പൗരന് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഒരു വാടക വീടിന്റെ പടിക്കൽ എങ്ങനെ നിഷേധിക്കപ്പെടുന്നു എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു ആ സംഭവം. നഗരങ്ങളിലെ വീട് വാടകയ്ക്ക് നൽകുന്നതിലും ഹോസ്റ്റൽ സൗകര്യങ്ങളിലും നിലനിൽക്കുന്ന ഈ അപ്രഖ്യാപിത വിലക്ക് പുതിയ കാര്യമല്ലെങ്കിലും ഒരു സുപ്രീം കോടതി ജഡ്ജി തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. വിദ്യാസമ്പന്നരായ ആളുകൾ അധിവസിക്കുന്ന മെട്രോ നഗരങ്ങളിൽ പോലും ജാതിയും മതവും നോക്കി മനുഷ്യരെ തരം തിരിക്കുന്ന രീതി അപരിഷ്കൃതമാണ്. ഒരു വ്യക്തിയുടെ കഴിവിനോ സ്വഭാവത്തിനോ അല്ല, മറിച്ച് അവരുടെ പേരിനും മതത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്. കൂടാതെ ഇത്തരം വിവേചനങ്ങൾ കാരണം പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം താമസിക്കേണ്ടി വരുന്നു. ഇത് സമൂഹത്തിലെ വൈവിധ്യത്തെ തകർക്കുകയും വർഗീയ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കേണ്ട യുവതലമുറയ്ക്ക് ഇത്തരം വിവേചനങ്ങൾ നൽകുന്ന മാനസികാഘാതം ചെറുതല്ല. സ്വന്തം നാട്ടിൽ താൻ ഒരു അന്യനാണെന്ന തോന്നൽ ഇത് യുവാക്കളിൽ ഉണ്ടാക്കുന്നുമുണ്ട്. ജസ്റ്റിസ് ഭുയാൻ തന്റെ പ്രസംഗത്തിൽ ഉന്നയിച്ച പ്രധാന വിഷയം ഭരണഘടനാ ധാർമ്മികത എന്നതായിരുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15 എന്നിവ കടലാസിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഇന്ത്യ എല്ലാവർക്കും തുല്യ അവകാശങ്ങളുള്ള ഇടമാണ് എന്നാണ്. എന്നാൽ വ്യക്തിപരമായ മുൻവിധികളും വിദ്വേഷങ്ങളും ഭരണഘടനാ മൂല്യങ്ങളെക്കാൾ മുകളിൽ നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. നിയമം കൊണ്ട് മാത്രം മാറ്റാൻ കഴിയാത്ത ഒരു സാമൂഹിക തിന്മയാണത്. സമൂഹത്തിന്റെ ചിന്താഗതിയിൽ മാറ്റം വരാതെ നിയമപരമായ അവകാശങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ പല നഗരങ്ങളിലും മുസ്ലിങ്ങൾക്കും ദലിതർക്കും വീട് നിഷേധിക്കപ്പെടുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. പലപ്പോഴും ഭക്ഷണ രീതിയുടെയും മതപരമായ ആചാരങ്ങളുടെയും പേരിൽ ആളുകളെ മാറ്റി നിർത്താറുണ്ട്. ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാഹോദര്യത്തിന് വിരുദ്ധമാണ്. ജസ്റ്റിസ് ഭുയാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങൾ ഇന്നും ഒരു യാഥാർത്ഥ്യമായി തുടരുകയാണ്. നീതിപീഠത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരമൊരു അനുഭവം തുറന്നു പറയുന്നത് വ്യവസ്ഥിതിയെ ശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. നാം എത്രത്തോളം പുരോഗമിച്ചു എന്നത് അവകാശപ്പെടുമ്പോഴും നമ്മുടെ ഉള്ളിലെ വർഗീയ മനോഭാവം എത്രത്തോളം അപകടകരമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും ജീവിതത്തിലേക്ക് പകർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സമൂഹത്തിലെ ഓരോ വ്യക്തിയും മറ്റൊരാളെ കാണേണ്ടത് അവരുടെ മതത്തിന്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് സഹമനുഷ്യൻ എന്ന നിലയിലായിരിക്കണം. എങ്കിൽ മാത്രമേ ജസ്റ്റിസ് ഭുയാൻ പറഞ്ഞതുപോലെ യഥാർത്ഥ ഭരണഘടനാ ധാർമ്മികത രാജ്യത്ത് പുലരുകയുള്ളൂ.